ഇന്നലെ പകല് കുറച്ച് തിരക്കായിരുന്നുകൊണ്ട് പടമൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ കാണാൻ വിചാരിച്ചതായിരുന്നു ഡീമൺ സ്ലെയർ. ആനിം ഫ്രാഞ്ചൈസിന്റെ ഏകദേശം ക്ലൈമാക്സ് പോർഷൻസ് എന്ന് പറയാം. അതൊരു ട്രയോളജി ആയിട്ട് 3 സിനിമയായിട്ട് വരുവാണ്. അതിൽ ആദ്യത്തെ പടമാണ് ഇപ്പോൾ റിലീസ് ആയിട്ടുള്ള സിനിമ ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ. ഈ പടം ഓൾറെഡി ജപ്പാനിലൊക്കെ ജൂലൈ 18 റിലീസ് ആയിട്ട് അവിടെ കളക്ഷൻ റെക്കോർഡുകളൊക്കെ ഭേദിച്ചതാണ്. അങ്ങനെ അത് അറിഞ്ഞപ്പോഴേ പടം തിയേറ്ററിൽ കാണണമെന്ന ആഗ്രഹം തോന്നിയിരുന്നു. ഇന്ത്യയിൽ ഇതിന് പക്ഷേ ഇത്രയും വലിയൊരു വരവേൽപ്പ് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ഇവിടെയും റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പനയായിരുന്നു. കോട്ടയത്ത് നോക്കുമ്പോൾ അത്യാവശ്യം മിക്ക തിയേറ്ററുകളിലും പടമുണ്ട്. പക്ഷെ ഒരു നല്ല സ്ക്രീനിൽ തന്നെ ഇത് കാണണം എന്നൊരു ആഗ്രഹം തോന്നിയിട്ട് ഞങ്ങളുടെ അവിടെ നിന്നും ഏകദേശം ഒരു 35 കിലോമീറ്റർ അകലെയുള്ള പുതുതായിട്ട് ഒരു തിയേറ്റർ കല്ലറയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഗുഡ്വിൽ സിനിമാസ്. അപ്പം അവിടെ പോയി ഒരു പടം ആദ്യമായിട്ട് കാണണം എന്നുള്ള ആഗ്രഹവും വേറെ പെൻഡിങ് ആയിരുന്നു. സോ ഇത് രണ്ടും കൂടി ഒരുമിച്ച് സാധിക്കാൻ വേണ്ടി ഇന്നലെ മിഡ് നൈറ്റ് ഷോ, അതായത് 11:55 രാത്രിയുള്ള ഷോയ്ക്ക് പോയി. അതിനുള്ള മെയിൻ കാരണം അപ്പോഴേ ആ ഒരു ഒറ്റ ഷോ മാത്രമേ 4K RGB ലേസർ അറ്റ്മോസിൽ പടം ഷോ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ സ്ക്രീനാണ് 4K RGB അറ്റ്മോസ് ആ തിയേറ്ററിലുള്ളത്. അവിടെ ലോകയാണ് ശരിക്കും കളിക്കുന്നത്. ഇന്നലത്തെ രാത്രിയിലത്തെ ആ ഒരു ഷോ മാത്രമേ 4Kയിൽ ഡീമൺ സ്ലെയർ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അംഗവും കാണാൻ താളി ഓടിക്കാം എന്ന നിലയിൽ തിയേറ്ററും കാണാം പടവും കാണാം എന്ന ഇരട്ടി ആഗ്രഹത്തിൽ പോയി കണ്ട പടമാണിത്. സോ ഇന്ന് നമ്മൾ ഈ സിനിമയെക്കുറിച്ചും സിനിമ കണ്ട എക്സ്പീരിയൻസിനെ കുറിച്ചും ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന കാണാതെ ബാക്കി വെച്ച കുറച്ച് ആൾക്കാർക്കുള്ള ചില സംശയങ്ങൾക്കും ഒക്കെയുള്ള ഒരു ആൻസർ എന്ന നിലയ്ക്കാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ആദ്യം തന്നെ പറയാം, പടം ഒരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, കിടുവാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി കുറച്ച് പോരായ്മകൾ കൂടി തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ലാസ്റ്റ് പറയാം. അതിനു മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ആനിം ഫിലിം ഫ്രാഞ്ചൈസിനെ കുറിച്ച് ഒന്നും അറിയാതെ ഈ പടം കാണാൻ പോകരുത്. അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഇത് ഇതുവരെ നടന്ന കഥകളുടെ തുടർച്ചയാണ്. ഞാൻ ശരിക്കും ഇതിന്റെ സീസൺ 1 ഫസ്റ്റ് ഒരു സിനിമയുണ്ട്, മൂഗൻ ട്രെയിൻ എന്ന് പറഞ്ഞാൽ, അത് മാത്രമേ ഫുള്ള് കണ്ടിട്ടുള്ളൂ. ബാക്കി മുഴുവൻ ഞാൻ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഒക്കെ കാണുകയായിരുന്നു. സോ ഒന്നുകിൽ നിങ്ങൾ ഇതെല്ലാം കാണുക, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്, അത് കണ്ടിട്ട് പോയി പടം കാണുക. ഇപ്പൊ ഈ ഫ്രാഞ്ചൈസിലുള്ള എല്ലാം സീരീസുകളും സിനിമകളും മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ തിയേറ്ററിൽ കാണാനിരിക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം പോകും. കാരണം 4 സീസൺസ് ആൻഡ് 3 ഫിലിംസ് ഉണ്ട്. 2016 മുതൽ 2020 വരെ പബ്ലിഷ് ആയ ഒരു മാംഗ സീരീസ് ആണ് ഡീമൺ സ്ലെയർ കിമെറ്റ്സു നോ യൈബ. ബുക്കിൽ നിന്നും ഇത് ആനിം സീരീസ് ആയിട്ട് എനിക്ക് 2019 മുതൽ എങ്ങാണ്ട് ആരംഭിച്ചതാണ്. ഇതിന്റെ കഥ മൊത്തം ഓരോ ആർക്കായിട്ടാണ് പറയുന്നത്, എന്ന് വെച്ചാൽ ഓരോ സെക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് സീസണിൽ തന്നെ മെയിൻ അൺവേവറിംഗ് റിസോൾവ് ആർക്കിന് തന്നെ സബായിട്ട് അതിന്റെ കീഴിൽ 6 ആർക്കുകളുണ്ട്. അതിലാണ് കഥയിലെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള ടാഞ്ചിറോയിനെ ഒക്കെ പരിചയപ്പെടുത്തുന്നത്. ഡീമനായിട്ട് മാറുന്ന പുള്ളിയുടെ അനിയത്തിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അയാൾ നടത്തുന്ന സാഹസിക യാത്രകളും, ഈ ഡീമൻസിന്റെ എതിർ ഗ്യാങ് ആയിട്ടുള്ള ഡീമൺ സ്ലെയറിൽ പ്രമുഖരായിട്ടുള്ള ഹാഷ്റ ഗ്യാങ്ങിൽ പുള്ളി എങ്ങനെ അംഗമായി പോരാളിയായി മാറി എന്നുള്ളതൊക്കെയാണ് മൊത്തം ഈ സീരീസ് പറയുന്നത്. ഫസ്റ്റ് സീസണിലെ 6 ആർക്കുകൾക്ക് ശേഷം മൂഗൻ ട്രെയിൻ എന്ന സിനിമ വരുന്നു. പിന്നെയും കുറച്ച് സെക്ഷനുകൾ കൂടിയുണ്ട്. അതായത് ഞാൻ പറഞ്ഞ പോലെ സീരീസ് 4 സീസണുകളും സിനിമ 3 എണ്ണം ഉണ്ട്. 4th സീസണിന്റെ ബാക്കി കഥയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം കഥയുടെ ഒരു ക്ലൈമാക്സ് പോർഷനിലേക്ക് എത്തി. ആ ഒരു ഭാഗമാണ്, ഈ ഭാഗം തന്നെ 3ആയിട്ട് തിരിച്ചേക്കുവാണ്. അതിൽ ആദ്യത്തെ സിനിമയാണിത്. പലതും മനസ്സിലായോ? എന്റെ 10ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് പോലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല. മൊത്തത്തിൽ കഥയും കഥാപാത്രങ്ങളെയും കുറിച്ച് ഒരു ധാരണയില്ലെങ്കിൽ നിങ്ങൾക്ക് പടം മുഴുവനായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്ന് ചുരുക്കം. ബൈ ദ വൈ, എന്റെ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് വ്യൂസ് കൂടുകയാണെങ്കിൽ ഇങ്ങനെ ഓരോ ഫിലിം ഫ്രാഞ്ചൈസിന്റെ ചുരുങ്ങിയ ലെങ്തിലുള്ള മലയാളം എക്സ്പ്രഷൻ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും ഒന്ന് പരിഗണിക്കുക. പക്ഷെ ഇതിന് പോലും വ്യൂ അധികം കിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. ഇനി റിവ്യൂവിലേക്ക് പോവുകയാണെങ്കിൽ ശരിക്കും ഇതിന്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാനിൽ 1910കളിൽ മനുഷ്യരെ മുഴുവൻ കൊന്നൊടുക്കുന്ന ഡീമൻസും നമ്മുടെ വാമ്പയേഴ്സ് ലോകയിലൊക്കെ കാണിക്കുന്ന പോലെ യക്ഷന്മാർ എന്ന് പറയാം, ആ ടൈപ്പാണ്. അവരെ അറ്റാക്ക് ചെയ്ത് സർവൈവ് ചെയ്യുന്ന മനുഷ്യരും ഡീമനായിട്ട് മാറും. പിന്നെ ഇവർക്ക് സൂര്യപ്രകാശം ഏൽക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുണ്ട്. ഇവർ തന്നെ ആളുകളെ പ്രലോഭിച്ച് ഡീമൻ ആക്കുകയും ചെയ്യുന്നുണ്ട്, അത് വേറെ. ഈ ഡീമൻസിനെ കൊല്ലാൻ വേണ്ടി വേറൊരു എതിർ വിഭാഗമുണ്ട്, അതാണ് ഡീമൺ സ്ലേയേഴ്സ്. ഇവരുടെ രണ്ടിന്റെയും പോരാട്ടങ്ങളുടെ കഥയാണിത്. 4th സീസണിന്റെ അവസാനം മെയിൻ വില്ലൻ ആയിട്ടുള്ള ഡീമൺ കിങ് മുസാൻ കിബിറ്റ്സുജി മൊത്തം ഡീമൺ സ്ലേയേഴ്സിനെയും കൂടി ഒരു ഹിഡൻ കാസിൽ തന്റെ ഒരു കിടിലൻ ട്രിക്കിലൂടെ അകപ്പെടുത്തുന്നുണ്ട്. അതാണ് അവസാനം കാണിക്കുന്ന 4th സീസണിൽ. അതാണ് ഇൻഫിനിറ്റ് കാസിൽ എന്ന് പറയാം. പേര് പോലെ അന്ത്യമില്ലാത്ത കുറേയധികം കോട്ടകളുടെ ഒരു മായാ ലോകമാണിത് എന്ന് പറയാം. അവിടെ എത്തിയ ഓരോ ഹാഷറുകളും എങ്ങനെ മറ്റ് ഡീമൻസിനെ നേരിടുന്നു എന്നുള്ളതാണ് ഈ സിനിമയും ഇനി വരാൻ പോകുന്ന സിനിമകളും മിക്കവാറും അതായിരിക്കും പറയുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു രത്ന ചുരുക്കം. ഇനി പടം ഫസ്റ്റ് ഹാഫ് ഗംഭീരമാണ്. കിടിലൻ മേക്കിങ്ങും അതുപോലെ മെയിൻ ഹൈലൈറ്റ് ഈ പടത്തിന്റെ വളരെ ഫാസ്റ്റ് പേസിലുള്ള ആക്ഷൻ സീക്വൻസുകളൊക്കെയാണ്. പിന്നെ ഇതിന്റെ ആ ഇൻഫിനിറ്റ് കാസിലിന്റെ മൊത്തം ഒരു സെറ്റപ്പ്, ഓരോ ക്യാരക്ടേഴ്സിന്റെ ഇൻട്രോ, പിന്നെ ഇതിലൊരു മെയിൻ വില്ലൻ ഉണ്ട്, അപ്പർ റാങ്ക് 2-ലുള്ള ഡോമ. പുള്ളിയും ഷിനോബു എന്ന് പറഞ്ഞ മറ്റേ ഒരു ഇൻസെക്ട് ഹാഷറയാണ്. ഇവർ തമ്മിലുള്ള ഒരു കിടിലൻ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അത് പൊളിയായിരുന്നു കാണാനായിട്ട്. പിന്നെ പേഴ്സണലി എനിക്ക് ഇതിനകത്തെ നായകനെക്കാളിലും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് സെനിറ്റ്സു എന്ന ക്യാരക്ടർ. പുള്ളിയുടെ ഒരു കിടലൻ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റ് ടാഞ്ചിറോയുടെ ഒരു ട്രാൻസ്ഫോർമേഷനും ഫൈറ്റും ഉണ്ട്. അതുപോലെ
ടാഞ്ചിറോയുടെ അച്ഛനും കരടിയും തമ്മിലുള്ള ഒരു സീനുണ്ട്, അതൊക്കെ കിടുവാണ്. പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആൻഡ് സൗണ്ട് ഡിസൈൻ ഒക്കെ അന്യായമാണ്. മൊത്തത്തിൽ പടം തിയേറ്ററിൽ കാണാനായിട്ട് ഭയങ്കര കളർഫുൾ ആണ്, ടെക്നിക്കലി റിച്ച് ആണ്. പിന്നെ ഇതിലെ നായകന്റെ സിസ്റ്റർ ഉണ്ട്, നെസുക്കോയ്ക്ക്. പുള്ളിക്കാരിക്ക് മറ്റ് സീസണുകളെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ വലിയ പ്രാധാന്യമൊന്നും ഇല്ല. അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ, ഇതിലെ മൊത്തം ക്യാരക്ടേഴ്സിൽ ഇഷ്ടമുള്ള ഒരു കഥാപാത്രമായിരുന്നു റെങ്കോക്കു. ഒരുപക്ഷെ മിക്കവർക്കും ആദ്യം ഇത് കണ്ടു തുടങ്ങുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും. അതിനെന്താ സംഭവിച്ചെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. എനിക്ക് ഈ പടത്തിൽ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത കാര്യം എന്താന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റ് പേസിൽ ആക്ഷൻ സീക്വൻസുകളുള്ള അങ്ങനെ കഥ വേഗം പറഞ്ഞു പോകുന്നതാണ് ഈ സീരീസിന്റെ മൊത്തത്തിലുള്ള ഒരു സ്പെഷ്യാലിറ്റി. പക്ഷേ ഇതിന്റെ ഇമോഷണൽ പോർഷൻസ് ആ ഒരു ഇമ്പാക്ട് വരുത്താൻ വേണ്ടി ശ്രമിച്ചതാണ്, പക്ഷെ അന്യായ സ്ലോയിലാണ് പോയത്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലെ അക്കാസയുടെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയൊക്കെ കട്ടലാകെന്ന് വെച്ചാൽ കട്ടലാഗ്. ഒരുമാതിരി ആകാശദൂതൊക്കെ പോലെ ഇരുന്ന് കരയിപ്പിക്കാൻ വേണ്ടി വലിച്ചു നീട്ടി ഉണ്ടാക്കിയതുപോലെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഓരോ ക്യാരക്ടേഴ്സിനും ഫൈറ്റ് സീക്വൻസിനും തിയേറ്ററിൽ കിട്ടിയ ഗംഭീര കൈയടിയൊക്കെ കഴിഞ്ഞിട്ട് ഈ പോർഷൻ എത്തിയപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാർ നല്ല കൂർക്കം വലിയാണ്. ഒന്നാമത് മിഡ് നൈറ്റ് അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഷോ ആയിരുന്നു, അത് വേറെ കാര്യം. പിന്നെ ഈ ഒരു ഫ്രാഞ്ചൈസിന്റെ തന്നെ ഒരു പ്രത്യേകതയാണ് ഇടയ്ക്കിടയ്ക്കുള്ള ഈ ഒരു ബാക്ക് സ്റ്റോറി അല്ലെങ്കിൽ ഡ്രീം പോർഷൻസും ഒക്കെ. ഇപ്പൊ മൂഗൻ ട്രെയിനിലൊക്കെ ഉള്ളതുപോലെ ഡ്രീമിൽ പോയതൊക്കെ നോക്കുകയാണെങ്കിലും അതുപോലെ ബാക്കിയുള്ള ഇതുവരെയുള്ള കഥകളിലും ഒക്കെ ഇതൊന്നും വലിയ പ്രോബ്ലം ഇല്ലാതെ പോയിരുന്നു ഈ പൂർവ്വ കഥകൾ. പക്ഷെ ഈ ഫിലിമില് ബാക്ക് സ്റ്റോറി ഓവർ ആക്കിയിട്ട് മുഷിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സിനിമ എന്ന നിലയ്ക്ക് ഇതിന് നല്ല ഓവറായിട്ടുള്ള ലെങ്ത് ഉണ്ടെന്ന് പറയാം. ഇമോഷണൽ പോർഷൻസ് ഒക്കെ കുറച്ചുകൂടി ഒന്ന് ട്രിം ചെയ്തിരുന്നെങ്കിൽ, അങ്ങനെ പടം ഒരു 2 മണിക്കൂറിലൊക്കെ തീർക്കുമായിരുന്നെങ്കിൽ ഒന്നുകൂടി കിടുവായനെ. മൊത്തത്തിൽ ഈ ഫ്രാഞ്ചൈസിന്റെ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ. പക്ഷെ എനിക്ക് പേഴ്സണലി മേ ബി എന്റെ ഒരു തന്ത വൈബൊക്കെ കൊണ്ടാവാം, ഇമോഷണൽ പോർഷൻസിൽ അനുഭവപ്പെട്ട വൻ ലാഗ് മൂലം പടം ഒരു ഡീസന്റ് കാഴ്ചയായിട്ട് മാത്രമാണ് തോന്നിയത്. സത്യത്തിൽ ഒരു വൻ സംഭവമൊക്കെ തന്നെയാണ് ഈ പടം. പക്ഷെ ഇതിന്റെ ആ ഇമോഷണൽ ഭാഗങ്ങൾ ഇത്രയും വലിപ്പീര് നൽകിയത് കൊണ്ട് ഒരു തിയേറ്റർ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഇതിന്റെ ഒരു കാഴ്ചയുടെ ഗ്രാഫ് കുത്തനെ താഴ്ന്നു പോയിട്ടുണ്ട്. പക്ഷെ ഇതൊരു പുതിയ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും മിക്കവർക്കും. സോ കഥ അറിയില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് എക്സ്പ്ലനേഷൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇൻട്രസ്റ്റ് തോന്നുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കണ്ടത് ഇതിന്റെ ഒറിജിനൽ ജാപ്പനീസ് ലാംഗ്വേജിൽ വിത്ത് ഇംഗ്ലീഷ് സബ്ടൈറ്റിലായിരുന്നു. 2 മണിക്കൂർ 35 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.